ഇപ്പൊ പടക്കളത്തിൽ വരുമ്പോഴാണെങ്കിലും ഇതിലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് കുറവാ. നിരഞ്ജനയും പൂജയും മാത്രമേ ഒരു കുറച്ച് ലീഡായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സീരിയസ് ആയി, അവസാനം ഷറഫുദ്ദീൻ വന്നിട്ടുമ്പോ ഉള്ളൊരു നോട്ടൊക്കെ ഉണ്ട്. പിന്നെ പുള്ളീനെ സോഫയില് അവിടെ ഇടുന്നു. വിജയബാബു ചേട്ടന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടിരുന്നു, ഷറഫുദ്ദീൻ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കാൻ പോകുന്നു. ആ സമയത്തുണ്ടാകുന്ന ഇപ്പൊ ആ ഒരു വൈറലായിട്ടുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അത് കേട്ടപ്പോ എന്തായിരുന്നു തോന്നിയത്? ആ ഒരു സമയം നിങ്ങൾ ചിരിച്ചോണ്ടായിരുന്നോ, ഉള്ളിൽ ചിരിച്ചോണ്ടായിരുന്നോ അഭിനയിച്ചത്? ഇതെന്ന് വെച്ചാല് ഷർഫ് വന്നിട്ട് ഷർഫ് ഇംപ്രൂവ് ചെയ്തതാണ് അത്. അപ്പൊ എന്റെ അടുത്ത് ഷോർട്ടിന് മുന്നേ പറയും, ഞാനൊരു കാര്യം പറയും, നിനക്ക് എന്നെ ചിലപ്പോൾ തല്ലാൻ തോന്നും, അത് തല്ലിക്കോ എന്ന്. അപ്പൊ എനിക്കറിയില്ല ഷർഫ് എന്താ പറയാൻ പോകുന്നതെന്ന്. അത് അപ്പൊ ഞാനും ആദ്യമായിട്ടാ കേൾക്കുന്നത്. ആ മൊമെന്റില് ഷോർട്ടിലാണ് ഞാനത് കേൾക്കുന്നത്. എന്നുവെച്ചാൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു മൂഡില് എനിക്ക് ചിരിയൊന്നും വന്നില്ല. എനിക്ക് ശരിക്കും എന്റെ വീട്ടില് റാൻഡംലി ഒരാൾ കയറി വന്ന് എന്നെ കയറി പിടിക്കുന്നു. അപ്പൊ ഏത് സ്ത്രീ ആണെങ്കിലും കുറച്ച് പഠിപ്പും വിവരും ഒക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അങ്ങനെയല്ലേ റിയാക്ട് ചെയ്യാം. നമ്മളെ കയറി പിടിച്ചാൽ നമ്മൾ തള്ളി മാറ്റും. ആ ഒരു റിയാക്ഷൻ തന്നെ വന്നുള്ളൂ എനിക്ക്. പക്ഷെ ബാക്കി എല്ലാവരും സെറ്റില് കട്ട് വിളിച്ചപ്പോഴത്തേക്ക് ചിരിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അപ്പോഴും ചിരിയൊന്നും വന്നില്ല. പിന്നെ ശർമ്മതേ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കറക്റ്റാണ് അത്, സിനിമയ്ക്ക് അത് കറക്റ്റായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെയും കൂടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയായിരുന്നു, സാധാരണ അങ്ങനത്തെ ഒരു ഡയലോഗ് വരുമ്പോ ആൾക്കാർക്ക് ചിലപ്പോ ഒരു ഡബിൾ മീനിങ് വൃത്തിയായിട്ട് തമാശയായിട്ട് ചിലപ്പോ തോന്നും. പക്ഷെ ഇതിന് തോന്നിയില്ല, നമുക്ക് ചിരിക്കാൻ മാത്രമാണ് തോന്നിയത്. അല്ലാണ്ട് അതിനെ കുറിച്ച് വേറെ അത് ആ എടുത്തതിന്റെ ഗുണമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര ആലോചിച്ചിട്ടും അതൊരു വൃത്തിയോടായിട്ടുള്ള ഒരു സ്പേസിൽ പറഞ്ഞ പോലെ തോന്നില്ല. അത് ഭയങ്കര രസമുണ്ട്. അത് നേരത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഈ OTT കണ്ടിട്ട് ഒരു ഫ്രണ്ട്, ഒരു റൈറ്ററാണ്, ഇപ്പൊ സൂക്ഷ്മർച്ചിന്റെ റൈറ്ററാണ് വിളിച്ചിട്ട് അതെങ്ങനെയായിരിക്കും അവർ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പൊ എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ തിരിയൊന്നും വന്നിട്ടുണ്ടായില്ല. എന്ന് വെച്ചാൽ ഇൻ ദാറ്റ് മൂഡ് നമ്മളെന്തായാലും കഴിഞ്ഞു പോവല്ലോ. അങ്ങനത്തെ എല്ലാ സിനിമയിലും ഇതുപോലെ ഒരു പർട്ടിക്കുലർ ഒരു ഡയലോഗ് കിട്ടുന്നുണ്ട്. അതെന്ത് തോന്നുന്നു, ഇപ്പൊ നമ്മളെ ആളുകൾ ഒരു സീനിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കാണ്ട് ഒരു ഡയലോഗ് വെച്ച് നമ്മൾ ഓർത്തിരിക്കും. നേരത്തെ ആവേശത്തിൽ പറഞ്ഞ പോലെ എടാ സുന്ദരന്മാരി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഈ സിനിമയില് ഈ ഒരു ഡയലോഗായി. അപ്പൊ എല്ലാ സിനിമയിലും ആ ഒരു രീതിയിലൊരു ഡയലോഗ്സ് കിട്ടുന്നുണ്ട്. എനിക്ക് പണ്ട് നമ്മൾ ടിവിയില് കുറെ റിപ്പീറ്റായിട്ട് വാച്ച് ചെയ്ത സിനിമകളാണ്, സത്യനന്ദിക്കാട് ശ്രീനിവാസൻ സിനിമകൾ. അപ്പൊ നമ്മളിങ്ങനെ അതില് ഡയലോഗ്സ് ഒക്കെ തന്നെയാണല്ലോ ഇപ്പോഴും ഇന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഞാൻ പണ്ട് തൊട്ടേ മനസ്സിന്റെ ഉള്ളിലുണ്ടായ ആഗ്രഹമായിരിക്കുന്നു, ഇത് ഈ ഒരു കഥാപാത്രത്തിന് ലൈഫ് കിട്ടുമല്ലേ. ഇപ്പൊ ഒരു ദാസിനും വിജയനും ഒരു പക്ഷെ ഞങ്ങൾ ജനിക്കുന്നതിന് മുന്നേ ഉണ്ടാകുമായിരിക്കും. അല്ല, അതില് ആ സീരീസില് മൊത്തം സിനിമകളാണെങ്കിലും അങ്ങനെ കൊറേ എത്രയോ അങ്ങനത്തെ പഴയ സിനിമകളിലെ കൊറേ ഡയലോഗ് അപ്പോ ഇന്നും അതന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പൊ അതിന്റെ ഒരു ലൈഫ്, അത് ഏത് സിനിമയാന്ന് പോലും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ ലൈഫ് ലോങ് അല്ലേ. അതെ. അപ്പം എനിക്ക് ഏറ്റവും ആദ്യം അത് തോന്നിയത് ഇങ്ങനെ മറ്റേ മതിലുകളില് KPCC ലളിത ചേച്ചിയുടെ ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ ഇങ്ങനെ ശബ്ദം മാത്രം അല്ലെങ്കിൽ ഈ വരികൾ കൊണ്ട് മാത്രം എന്തൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കണേ. ഇങ്ങനെ ചെറുപ്പത്തിലേ തോന്നിയിരുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും നടി ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടണേ. എന്താ പിന്നീടുള്ള സിനിമയിലൊന്നും അങ്ങനത്തെ വരികൾ കുറവായി തുടങ്ങി ഓർത്ത് വെക്കുന്നത്. പിന്നെ ഇത് കേറി വന്നപ്പോഴത്തേക്ക് അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. എല്ലാരും പറയും. അപ്പൊ ചില ആൾക്കാർ പറയും മാനുവലിക്ക കൊള്ളായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ചോട്ട മുംബൈ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു ഡയലോഗ് കൊണ്ട് ആളുകൾ നമ്മൾ ഓർത്തിരിക്കുക. ചിലപ്പോ അത് ഏത് സിനിമയിൽ, ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, ഏത് സിനിമയിലായിരുന്നു പുതിയ അത് പറഞ്ഞത്. പക്ഷെ ആ ഒരു ഡയലോഗ് ആളുകളുടെ മനസ്സിൽ എപ്പോഴും സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും. ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ദാസിനും വിജയനൊക്കെ പറയുന്ന പോലെ ഈ ഡയലോഗുകളും നാളെ ചിലപ്പോ വരും. എനിക്ക് ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണത്. ഇതൊക്കെ
ചിലപ്പം എഴുതി വെച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ ഓൺ ദ സ്പോട്ട് ആയിരിക്കും ഇതൊക്കെ. ഇപ്പൊ ജിത്തുവിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ജിത്തു ഓൺ ദ സ്പോട്ട് വന്നിട്ട് പറയും ഇതും കൂടെ ഇതിങ്ങനെ പറഞ്ഞു. ഇപ്പൊ എടാടാ സുന്ദരന്മാര് ജിത്തു അങ്ങനെ വന്ന് പറഞ്ഞ സാധനമാണ്. ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റ് ആയിട്ട് ജിത്തുവിന്റെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. എന്നുവെച്ചാൽ ഞാൻ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ സീൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. പക്ഷെ അപ്പൊ ഈ റൂമിൽ കേറി വന്നിട്ട് എന്തു പറയും, ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പം ജിത്തു എടാ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കത് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര സുഖം തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കാർക്ക് അത് ഭയങ്കര വർക്കാണെന്ന് അറിയുമ്പോ എനിക്ക് കൊള്ളാം. അത് ഞാൻ ജിത്തു പറഞ്ഞു, ഞാൻ ചെയ്തു അത്ര. ഇപ്പൊ സൂക്ഷ്മദർശിനിയിൽ അതുപോലത്തെ ഒരു ഡയലോഗ് ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതന്റെ ദിസ് ഇസ് നോട്ട് എ ദിസ് ഇസ് നോട്ട് എ കോണച്ച പ്ലാൻ. അപ്പൊ ചെയ്ത ഓരോ സിനിമയിലും ഇതുപോലത്തെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1-ലായാലും ഇരട്ടയിൽ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത്. അപ്പോ അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പോലീസുകാർ ക്യാരക്ടേഴ്സ് ആദ്യം വന്ന് തന്നെ ഇപ്പം പൊക്കം, ശരീരം അങ്ങനെ ഒക്കെ ഉള്ളപ്പോ ഇങ്ങനെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു പോലീസ് കഥാപാത്രങ്ങൾ വന്നത്. ഇരട്ടൊക്കെ ഞാൻ വിചാരിച്ചു ഈശ്വര എനിക്ക് യൂണിഫോം ഇടേണ്ടി വരില്ലേ. അപ്പൊ അത് ആ ഒരു ടാഗ് ചെയ്യപ്പെടും തോന്നിയിട്ടുണ്ടോ? പിന്നെ പോലീസ് ക്യാരക്ടർ മാത്രമായിട്ട് ഒരു സമയത്ത് എന്താണ് ആ സമയത്തൊക്കെ ആൾക്കാർ പോലീസ് വേഷം ചെയ്യുന്ന ആളല്ലേ എന്നുള്ള ഇതായിരുന്നു. പിന്നെ രോമാഞ്ചം കൂടെ വന്ന് രോമാഞ്ചം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആണ് അത് മൊത്തം മാറിയത്. പക്ഷെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട് ഞാൻ ഇനി പോലീസ് ക്യാരക്ടർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ. ഈ യൂണിഫോം എനിക്ക് തോന്നുന്നു ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് പോലീസ് യൂണിഫോം. അതാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് നല്ല ഫിറ്റിങ്ങിലാ തയ്ക്കുക. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റോട്ടിലൊക്കെ നമ്മള് ചേച്ചിമാരെയൊക്കെ കാണുമ്പോ എന്തൊരു കഷ്ടപ്പാടാണ്. നമ്മളൊരു കാലാവസ്ഥയ്ക്ക് ഒട്ടും ചേർന്ന വസ്ത്രേ അല്ല. പിന്നെ എസ്പെഷ്യലി ആ ഷൂസും. അപ്പൊ അത് എനിക്കിപ്പോ എപ്പോഴും അവരെ കാണുമ്പോ എന്ത് കഷ്ടപ്പാടാണ് അവര് ഈ വെയിലത്തും ഒരു ചൂടായിട്ട് ഈ സമയത്ത് ഓക്കെ. പക്ഷെ ആ ചൂടുള്ള സമയത്തൊക്കെ ഇവര് ഇതൊക്കെ വലിച്ചു കെട്ടി ബെൽറ്റും എങ്ങനെയാണ് ഇവരിത് സഹിക്കുന്നതെന്ന് തോന്നിപ്പോലെ. അപ്പൊ എനിക്ക് ആദ്യം ഒരു 3 അടുപ്പിച്ച് പോലീസായപ്പോ എനിക്ക് തോന്നിയായിരുന്നു അയ്യോ എനിക്കിത് വേണ്ടാന്ന്. പക്ഷെ ആ സമയത്ത് തോന്നി എസ്പെഷ്യലി യൂണിഫോം ഇടുമ്പോ ഉള്ളൊരു കാണാനൊക്കെ നല്ല ലുക്കാണ്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ബാത്റൂം പോകുമ്പോഴും ഒക്കെ എനിക്കറിയാം എന്റെ കൂടെ അഭിനയിച്ച കുറെ പേർക്ക് അത് പോകണ്ടെന്ന് വിചാരിക്കും. ഇത് ഊരി എണീറ്റ് പിന്നെ ഇടണം, പിന്നെയും ചുളിവ് മാറ്റണം. അപ്പൊ കുറെ പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. കൂടെ അഭിനയിച്ച കുറെ പേർക്കൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഒരു കുറച്ച് കാലമല്ലേ ഇപ്പൊ ഒരു അങ്ങനെയൊക്കെ വന്ന രസമായിരിക്കും. ഒരു വ്യത്യസ്തമായിട്ട് ഒരു പരിപാടി പിടിക്കാലോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്.